ജ്ഞാനസ്നാന തീയതി അറിയില്ലെങ്കിൽ അത് കണ്ടെത്തണം. അന്നേ ദിവസം ജന്മദിനം പോലെ ആഘോഷിക്കണം. ഫ്രാൻസിസ് പാപ്പ. മാമോദീസയുടെ തീയതി അറിയില്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും അങ്ങനെ ദൈവമക്കളായതിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായതിൻ്റെയും വാർഷികം ആഘോഷിക്കാൻ കഴിയണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. ജനുവരി 7 ഞായറാഴ്ച ദനഹ തിരുനാളിനോടനുബന്ധിച്ച് വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് സംസാരിക്കവെയാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. സ്നാന സമയത്ത് ദൈവമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും സുഖപ്പെടുത്തുകയും നമ്മെ അവിടുത്തെ മക്കളും പർദീസായുടെ അവകാശികളുമാക്കുകയും ചെയ്യുന്നു. ഒരാളുടെ ജ്ഞാനസ്നാനത്തിന്റെ വാർഷികം എല്ലാ വർഷവും ജന്മദിനം പോലെ ആഘോഷിക്കണം. ജ്ഞാനസ്നാനത്തിലൂടെ എൻ്റെ ഉള്ളിൽ ഞാൻ വഹിക്കുന്ന മഹത്തായ സമ്മാനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം ചോദിക്കാമെന്നും പാപ്പ പറഞ്ഞു. ഞായറാഴ്ച തന്നെ സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ 16 കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ജ്ഞാനസ്നാനമാണെന്ന് ഈ അവസരത്തിൽ പാപ്പ പറഞ്ഞു. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ ഗവർണറേറ്റ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഫെർണാണ്ടോ വെർഗസ് അൽസാഗയും പാപ്പയുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ കോൺറാഡ് കാജ്രവിസ്കിയും വിശുദ്ധ കുർബാനയിൽ കാർമ്മികരായി. ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാന്റെ കരങ്ങളിൽ നിന്ന് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന തിരുനാൾ ദിനത്തിലാണ് ചടങ്ങുകൾ നടന്നതെന്നത് ശ്രദ്ധേയമാണ്. 1981 കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ ദിനത്തിൽ വിശുദ്ധ ജോൺ പോൾ II പാപ്പയാണ് മാർപ്പാപ്പ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത്. അപ്പസ്തോലിക് കൊട്ടാരത്തിലെ പോളിൻ ചാപ്പലിലാണ് ചടങ്ങ് ആദ്യം നടന്നതെങ്കിലും 1983 ചടങ്ങ് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് മാറ്റി. പാപ്പയുടെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള അവകാശം ആദ്യം സ്വിസ് ഗാർഡ് ആയവരുടെ കുഞ്ഞുങ്ങൾക്കായി നീക്കിവച്ചിരുന്നുവെങ്കിലും പിന്നീട് വത്തിക്കാൻ ജീവനക്കാരുടെ കുട്ടികളെ ഉൾപ്പെടുത്തി ഇത് വിപുലീകരിച്ചുവെന്നതും ശ്രദ്ധേയമാണ്.